കൊമേഴ്ഷ്യൽ ആപ്ലിക്കേഷൻസ് ലൈക്ക് ഹോസ്പിറ്റൽസ് ആകാം, അല്ലെങ്കിൽ റീറ്റെയിൽ ഷോപ്സ് ആകാം, അല്ലെങ്കിൽ സ്കൂൾസ് ആകാം. ഇവിടെയൊക്കെയാണ് നമ്മുടെ മാർക്കറ്റിംഗ് കണ്ടന്റ് അല്ലെങ്കിൽ ഓഡിയോസ്, വീഡിയോസ്, വെബ് ലിങ്ക്സ്, ഡോക്യുമെന്റ്സ് ഇതെല്ലാം പുഷ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഐറ്റമാണ് ഡിജിറ്റൽ സൈനേജ്. നമുക്ക് 3 ടൈപ്പ് ആയിട്ടാണ് ഡിജിറ്റൽ സൈനേജ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് വാൾ മൗണ്ട്, ഇപ്പൊ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫ്ലോർ മൗണ്ട് ആണ്. മൂന്നാമത് ഡിജിറ്റൽ സൈനേജ് ബോക്സ്. ഡിജിറ്റൽ സൈനേജ് ബോക്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, സേ എക്സാമ്പിൾ കസ്റ്റമറിന്റെ അവിടെ കൺവെൻഷണൽ ടി വി ഉണ്ട്. ആ ടി വിനെ നമുക്ക് ഡിജിറ്റൽ സൈനേജിലോട്ട് കൺവേർട്ട് ചെയ്യണം. അവിടെ നമുക്ക് ഡിജിറ്റൽ സൈനേജസ് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ ഡിജിറ്റൽ സൈനേജ് സെൻട്രലൈസ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓർ ലോക്കലി കൺട്രോൾ ചെയ്യാന്നുണ്ടെങ്കിൽ USB വെച്ചിട്ട് ലോക്കലി ഡിസ്പ്ലേസ്, ലോക്കൽ അവൈലബിൾ ആയിട്ടുള്ള വീഡിയോസ് പുഷ് ചെയ്യാൻ പറ്റും. ഇൻ കേസ് സെൻട്രലൈസ് പുഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹിക് സെൻട്രൽ പ്രൊഫഷണൽ അല്ലെങ്കിൽ ഹിക് സെൻട്രൽ ഫോക്ക് സൈൻ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്ത് നമുക്ക് സെൻട്രലൈസ് ആയിട്ട് ഇതിന് കോണ്ടന്റ് പുഷ് ചെയ്യാൻ പറ്റും. നമുക്ക് സേ എക്സാമ്പിൾ ഒരു 100 ബ്രാഞ്ചസ് ഉണ്ടാവും. ആ 100 ബ്രാഞ്ചസിലും ഓരോ ബ്രാഞ്ചസിലും ഡിജിറ്റൽ സൈനേജ് അവൈലബിൾ ആണെന്നിരിക്കട്ടെ. ഒരു സെൻട്രൽ ലൊക്കേഷനിൽ വെച്ചിട്ട് യൂസ് ചെയ്ത് നമുക്ക് ഈ 100 ഡിജിറ്റൽ സൈനേജസിനെയും നമുക്ക് ഒരു സെൻട്രൽ ലൊക്കേഷനിൽ നിന്ന് കൺട്രോൾ ചെയ്യാം.